നയഗ്ര വാട്ടർഫോൾസ് ആയിരുന്നു. നമ്മുടെ ഒറിജിനൽ കാനഡയിലുള്ള ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മളങ്ങനെ മോണ്ടിനീഗ്രോയിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നയഗ്ര വാട്ടർഫോൾസ് ആയിരുന്നു. നമ്മുടെ ഒറിജിനൽ കാനഡയിലുള്ള നയഗ്ര വാട്ടർഫോൾ അല്ല, നയഗ്രയെ പോലെ അതുപോലെ തോന്നിപ്പിക്കുന്ന വാട്ടർഫോളാണ്. അതിനെ നയഗ്ര എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. എനിവേസ് ഇറ്റ് ലുക്സ് സോ ഗുഡ്. നല്ല വെള്ളം, നല്ല രസമുണ്ട്, നല്ല ബ്ലൂ കളർ. അതെ, അതും പ്യുവർ ബ്ലൂ. ഇവിടുത്തെ മോണ്ടിനീഗ്രോയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാണ് ഇവിടുത്തെ വാട്ടറിന്റെ കളർ. പ്യുവർ, എല്ലായിടത്തും ഈ ഒരു ക്ലിയർ വാട്ടർ ആയിരിക്കും. എന്താണെങ്കിലും കൊള്ളാം. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തു. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പെട്ടുതരാം. Savannah, 걸어와 Savannah, 히토리じゃないよSavannah,美しい世界をSavannah. അതെ, മോണ്ടിനീഗ്രോയിൽ വരുവാണെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ്. അത് നമ്മുടെ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ച് 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ഇവിടുത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട പോലെ വന്ന വഴി ഒരു കഫേ ഉണ്ട്. ആ കഫേയുടെ ഫ്രണ്ടിൽ കൂടെയാണ്. അതൊരു ബ്യൂട്ടിഫുൾ കഫേ. അവിടെ നിന്നൊരു ഈ ഫോൾസിന്റെ അതൊരു റിവർ സൈഡ് പോലെയാണ്. അടിപൊളിയാണ്. നല്ലൊരു വൈബ് കിട്ടുന്ന സ്ഥലമായിരിക്കും അത്. വൈകുന്നേരം ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പുണ്ട്. അത് നമ്മുടെ UK പോലെ തന്നെ വൈകുന്നേരം സൺസെറ്റ് ആവുന്ന സമയത്ത് ചെറിയ തണുപ്പിനും, പക്ഷേ രാവിലെയൊക്കെ കാലാവസ്ഥ കൊള്ളാം. അതൊക്കെയാണ് നമ്മുടെ നയഗ്ര വിശേഷങ്ങള്. പിന്നെ നമ്മള് ഇവിടുന്ന് നേരെ കോട്ടോർ എന്ന് പറഞ്ഞൊരു സിറ്റിയിലോട്ട് പോവാണ്. ബാക്കി ഇനി അവിടെയാണ്. നമ്മള് ഇന്നിപ്പോ നൈറ്റ് വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്കാണ് എത്തിയത്. ഒരു ഹാഫ് 1 ആയി എത്തിയപ്പോ. പിന്നെ നമ്മൾ കുറച്ചധികം ഡിലേ വന്നു. നമുക്കൊന്ന് ഇവിടെ വരെ എത്താൻ. ആ വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറയും. ഇപ്പൊ നമ്മൾ ഈ കോട്ടൂരിലേക്ക് പോകുന്നു. അവിടെ നമ്മളൊരു നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നു. ലൈക്ക് അവിടുത്തെ സിറ്റി വോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സിറ്റി ഒക്കെ ഒന്ന് കാണും. നാളെയാണ് ശരിക്കും കോട്ടൂർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നാളെ ബാക്കി നമ്മള് ട്രാവലിന്റെ റെസ്റ്റ് ഡേ ആണ്. ഒന്ന് പോയി സെറ്റിൽ ആവാനുള്ള ഒരു സമയം. ആ വെള്ളം ഒന്ന് കാണിച്ചോട്. വെള്ളം കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട് വെള്ളം. സോ ക്ലിയർ, ഭയങ്കരമായിട്ടും. നമ്മുടെ UK ആക്ച്വലി വെള്ളം നല്ല ക്ലിയർ ആണ്, പക്ഷേ ഈ ഒരു കളർ ഇല്ല. ഇവിടെ പക്ക മറ്റേ ഇവിടെ ലക്ഷദ്വീപ്, മാൽദീവ്സ് ഒക്കെ പോകുന്ന അതുപോലത്തെ ഉള്ള വെള്ളമാണ്. ഇവിടുത്തെ ഒരു ജോഗ്രഫി അങ്ങനെ ആയിരിക്കണം. പിന്നെ ഈ കല്ലും ഈ ഒരു കൈൻഡ് ഓഫ് കല്ലാണ് ഇവിടെ ഫുള്ള്. നമ്മുടെ അങ്ങോട്ടൊന്നും ഇല്ല അധികം. സോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കുളിക്കാനൊക്കെ തോന്നുന്നു. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ കഫറ്റീരിയ. ഇതാണ്, ഇത് റിവർ സൈഡിനോട് ചേർന്നാണ്. അവിടെ നമ്മളിങ്ങനെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു കടുങ്കാപ്പി, നല്ല മ്യൂസിക്കും. ഞങ്ങൾ ഓൾറെഡി കഴിച്ചായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ഇവിടെ ഫുഡൊക്കെ ആണെങ്കിലും UK വെച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസ് കുറവാണ്. ഭയങ്കര ഓപ്പൺ നല്ലുണ്ട്. നമുക്കൊരു എന്താ പറയുക, ഒരു ഗോവയിലൊക്കെ പോയി എങ്ങനെ ഇരിക്കും അതുപോലെ. എനിക്ക് ഗോവ പോയിട്ടുണ്ടോ? ഒരു ഇത് പറഞ്ഞാണ്. പിന്നെ എനിക്ക് കളിക്കാനുള്ള സാധനങ്ങൾ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്നെ പോലുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വെക്കാൻ വരും. ഇപ്പം നമ്മൾ കോട്ടൂര് കണ്ടുപിടിച്ച് പറയുന്നതായിരിക്കും. കാരണം ഞാൻ ഇതുവരെ പൊഡ്ഗോറിക്കാന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ആക്ച്വലി ഇത് എന്നാണ് ഇവിടെ പ്രൊനൗൺസ്. ബിക്കോസ് ഇറ്റ്സ് എ ഡിഫറെന്റ് ലാംഗ്വേജ്. അതൊരു നമ്മുടെ പോളിഷ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണ് ഇവിടെ. സോ എനിവേസ് മുകളിലെ വണ്ടി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. Savannah, 걸어와 Savannah, 히토리じゃないよSavannah,美しい世界をSavannah,さあ生み出す
എന്തിനാ? ഏതാ മൂഡ്? ഏത് വൈബ്? റെസ്റ്റോറൻറ്റിനെ കുറിച്ച് 2 വാക്ക് പറയൂ. റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻറ്റ് കാണാൻ ഒരു വില്ലേജ് വൈബ്. താങ്ക് യു. Thank you very much. Very well. ഞാൻ തിന്നല്ലേ? ഇതിൻ്റെ നല്ല മീൻ മണം. പറയൂ. ഏത് മൂഡ്? ഇത് ഫിഷ് സൂപ്പാണ്. ഇത് ഫിഷ് സീ ഫുഡ് മിക്സ് പാസ്ത. നമ്മുടെ ഇന്നത്തെ ഡിന്നർ. റിവ്യൂ ചെയ്യൂ. എന്താ സൂപ്പർ? എന്ത്? ഞാൻ സൂപ്പ് കഴിച്ചിട്ടുള്ള തരാം. പാസ്ത അടിപൊളിയെന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇച്ചിരി ബ്രെഡും ഉണ്ട് സൂപ്പിൻ്റെ കൂടെ കഴിക്കാൻ. റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഫ്രഷില്ല, ഭയങ്കര ടേസ്റ്റ്. അത്യാവശ്യം നല്ല പ്രൈസി ആണെന്നുള്ളതാണ് സത്യം. അതെല്ലാം മുതലുണ്ടോ? മുതലുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കൊരു പാസ്തയും കൂടെ സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് തരുന്നല്ലേ പറഞ്ഞു തരുന്നത്. സമയണ്ണ സൂര്യനാരായണ, എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞങ്ങൾ കഴിക്കട്ടെ കാര്യം.